ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളെ, എൻ്റെ നാട്ടിലെ നാട്ടുകാരെ, മറ്റുള്ള എല്ലാവരോടും, അതിലെല്ലാം ഉപരി ഞാനിപ്പോൾ 3 ഗ്രൂപ്പിൻ്റെ കൂടെ ഷോർട്ട് ഫിലിം അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒന്നിലേക്ക് അഭിനയിക്കാൻ കാരാനും പോകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരോടുമായി ഞാൻ പറയുകയാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെറുതായി എഴുതുകയും ചൊല്ലുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് തെറ്റോ ശരിയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ വോയിസ് മെസ്സേജായിട്ട് പാടിയിട്ടാൽ എനിക്ക് നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ മുത്തപ്പൻ്റെ ഒരു പാട്ടും എഴുതി വെച്ചിട്ടുണ്ട്. അത് മുത്തപ്പൻ്റെ മുന്നിൽ വെച്ച് മുത്തപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി എനിക്ക് ചൊല്ലണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാനത് എഴുതി വെച്ചത്. അത് മുത്തപ്പൻ്റെ അനുഗ്രഹത്താലേ ഞാനത് സഫലമാക്കും. പിന്നെ ഞാൻ ഈ ചാനൽ ഗ്രൂപ്പിൽ കയറുന്നത്, യൂട്യൂബിൻ്റെ ചാനലിലേക്ക് കയറുന്നത് എനിക്കറിഞ്ഞൂടെ എങ്ങനെ കാരണമെന്ന്. പക്ഷേ എൻ്റെ മൂത്ത മോളെ മോൻ സ്വാമിയാണിപ്പോൾ, ഞാനും സ്വാമിയാണ്. അവൻ 7 ദിവസത്തേക്ക് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവൻ 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇവിടുന്ന് പോകും. അതിനു മുമ്പ് ഇന്ന് ഞാൻ അശ്രാന്ത പരിശ്രമം, അതായത് എൻ്റേതല്ല, ഞാനിത് അഭിനയിക്കുന്നതേ ഉള്ളൂ. അവനാണിത് വേണ്ടപ്പെട്ടത് മുഴുവനും ചെയ്തു തരുന്നത്. അതുകൊണ്ട് അവന് വേണ്ടി ആദ്യം ഒരു ലൈക്ക് നിങ്ങൾ. പിന്നെ ഞാനിത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഗ്രൂപ്പിലൂടെ സമ്പാദ്യം വാരിക്കൂട്ടാനല്ല, എനിക്ക് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം. അതെൻ്റെ ഏറ്റവും കൂടുതലുള്ള ഒരാഗ്രഹമാണ്. അതൊരു വാശി കൂടിയാണ്, ജനങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുക എന്നത്. പിന്നെ എനിക്ക് ഇതിൽ എന്തെങ്കിലും വരുമാനം എന്നെങ്കിലും എപ്പോഴെങ്കിലും വന്നെങ്കിൽ അത് പാവപ്പെട്ട കുടുംബത്തിനും അനാഥാലയത്തിനും, അതിലെല്ലാം ഉപരി ഞാനിപ്പം അഭിനയിക്കാൻ പോകുന്നതും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഗ്രൂപ്പിൽ എൻ്റെ ഗ്രൂപ്പ് വലുതാക്കുവാൻ വേണ്ടി മാത്രമുള്ളതായിരിക്കും എന്ത് കിട്ടിയാലും. പിന്നെ 2000 മെയ് 13 വരെ ഉടുതുണിക്ക് മറുതുണി മാറ്റുവാനില്ലാതെ, അരച്ചാൻ വയറിന് ഗതിയില്ലാതെ ബുദ്ധിമുട്ടിക്കഴിഞ്ഞ ഒരാളായിരുന്നു. ഇന്നെനിക്ക് എല്ലാം ദൈവം കനിഞ്ഞു തന്നു. സാമ്പത്തികമായി ഇന്നെനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, എൻ്റെ മക്കൾക്കും ബുദ്ധിമുട്ടില്ല. ഇതിൽ കിട്ടുന്ന വരുമാനം എൻ്റെ മക്കൾക്കും വേണ്ട, എനിക്കും വേണ്ട എന്ന് വെച്ച് പൈസ വേണ്ട എന്നല്ല. ഒരു ഗുരുവിന് തന്നത് എത്ര സമ്പാദിച്ചവർക്കും ഇല്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ കഷ്ടപ്പെട്ടതിന് ഉപരി കഷ്ടപ്പെടുന്ന എൻ്റെ ഗ്രൂപ്പിലുള്ളതിനായാലും എൻ്റെ സഹപ്രവർത്തകർക്കായാലും എനിക്കറിയപ്പെടുന്നവർക്കായാലും കഷ്ടപ്പെടുന്നവർക്ക് ദാനമായിട്ട് കൊടുക്കും ഞാനിത്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ, ഞാനിത് അഭിനയിച്ചത് കൊണ്ടോ പാടിയത് കൊണ്ടോ എഴുതിയത് കൊണ്ടോ ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പൂർണ്ണ സഹായം എന്ന് വെച്ചാൽ ഒരു സബ്സ്ക്രൈബർ നിങ്ങൾ എനിക്ക് തരണേ മുത്തേ, എല്ലാവരും. ഓക്കെ. പറശ്ശിനിക്കടവിൽ മരുവിടുന്ന മുത്തായി വിളങ്ങുന്ന മുത്തപ്പനെ, ത്രിഭുവന പരിപാലകനായുള്ള ത്രിപുരാന്തക നന്ദനനെ. പറശ്ശിനിക്കടവിൽ മരുവിടുന്ന മുത്തായി വിളങ്ങുന്ന മുത്തപ്പനെ, ത്രിഭുവന പരിപാലകനായുള്ള ത്രിപുരാന്തക നന്ദനനെ. ഭക്തജനപ്രിയനായൊരു മുത്തപ്പ ശരണമേകണേ തമ്പുരാനെ, സത്യസ്വരൂപനായുള്ളൊരു മുത്തപ്പ അല്ലലൊടുക്കണേ തമ്പുരാനെ. കരളുരുകി ഞാൻ വിളിക്കുന്നേരത്ത് അരികിലെത്തണേ മുത്തപ്പനെ, മുത്തായി വിളങ്ങുന്ന മുത്തപ്പനല്ലാതെ മറ്റൊരാളില്ലെൻ്റെ തമ്പുരാനെ. പറശ്ശിനിക്കടവിൽ മരുവിടുന്ന മുത്തായി വിളങ്ങുന്ന മുത്തപ്പനെ, ത്രിഭുവന പരിപാലകനായുള്ള ത്രിപുരാന്തക നന്ദനനെ. മുത്തായി വിളങ്ങുന്ന മുത്തപ്പൻ്റെ മുന്നിൽ വന്നു നിന്നിടുമ്പോൾ തമ്പുരാനെ, സകല ദുഃഖവും കടവിലേക്കായി ഒഴുക്കിൽ നീക്കണേ തമ്പുരാനെ. മുത്തപ്പൻ്റെ നാമം എഴുതി മുത്തപ്പ തൃക്കാൽക്കൽ വെച്ചു ഞാൻ നാമിക്കുന്നേ, തെറ്റുകുറ്റങ്ങളായി വല്ലതും വന്നെങ്കിൽ പൊറുക്കണേ എൻ്റെ തമ്പുരാനെ. പറശ്ശിനിക്കടവിൽ വിളങ്ങിടുന്ന മുത്തായി വിളങ്ങുന്ന മുത്തപ്പനെ, അഭയഹസ്തങ്ങൾ ഉയർത്തിക്കൊണ്ടെൻ്റെ സകല ദുഃഖമൊടുക്കിടണേ. പറശ്ശിനിക്കടവിൽ വിളങ്ങിടുന്ന മുത്തായി വിളങ്ങുന്ന മുത്തപ്പനെ, ത്രിഭുവന പരിപാലകനായുള്ള ത്രിപുരാന്തക നന്ദനനെ. ചിത്തം തെളിഞ്ഞിടണേ, ദുഃഖമകറ്റിടണേ, ഇരുളൊഴിഞ്ഞിടണേ ശ്രീ പാർവതി ലളിതനെ. ശക്തിസ്വരൂപനായുള്ളൊരു മുത്തപ്പ സത്യസ്വരൂപനെ അങ്ങഭയം, സകല ദുഃഖവും സുഖവും ഞാനിതാ തൃപ്പാദത്തിൽ വെച്ചു നമിക്കുന്നേ.